സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇതിലെ വസ്തുത? സിറിയയെ മൊത്തത്തിലല്ല ആക്രമിച്ചിരിക്കുന്നത്. സിറിയയിലെ സൈനിക ആസ്ഥാനത്തിന് നേർക്ക്, അതായത് ദമാസ്കസിലുള്ള സൈനിക ആസ്ഥാനത്തിന് നേർക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ദുറൂസ് വിഭാഗത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത. ദുറൂസ് വിഭാഗം എന്ന് പറയുന്നത് ഈ ഷിയ വിഭാഗത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. നമ്മൾ ഈ സാധാരണഗതിയിൽ കരുതുന്നത് പോലെ മധ്യപശ്ചിമ ഏഷ്യയിലൊന്നും ഒരു മതം മാത്രമല്ലേ ഉള്ളത്. ഒരു മതത്തിൻ്റെ തന്നെ പല വിഭാഗങ്ങളുണ്ട്, അവാന്തര വിഭാഗങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഈ ഷിയ മതമുണ്ട്. ഷിയ മതത്തിനകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പാകിസ്ഥാനിൽ സുന്നിയും ഷിയയും ഉണ്ട്. അതുപോലെ തന്നെ അഹമ്മദിയ എന്ന് പറയുന്ന മൂന്നാമതൊരു വിഭാഗമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ്. ഇന്ത്യയിലാണ് ഇതിലൊക്കെ ഏറ്റവും വൈവിധ്യമുള്ളത്. അതുപോലെ സിറിയ, ലബനൻ, ഈ പറയുന്ന ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, ഈ പറയുന്ന പോലെ ഇസ്ലാമിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ സിറിയയിലും ഇത്തരത്തിലുള്ള ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഇവർക്ക് നേരെയാണ്, ഇവർ ന്യൂനപക്ഷമാണ് അവിടുത്തെ, ഇവർക്ക് നേരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്, ഇവരെ ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൈനികാസ്ഥാനത്തിൻ്റെ പ്രധാന കവാടമടക്കം ഷെല്ലാക്രമണത്തിൽ തകർന്നുവെന്ന് IDF പറയുന്നുണ്ട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരുന്ന സൈദ പ്രദേശത്ത് സിറിയൻ ഭരണകൂടവും ദറൂസ് വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലിൻ്റെ മരണസംഖ്യ 250-ലേറെ കടന്നതോടുകൂടിയാണ് ഇസ്രായേൽ ഇതിലിടപെടുന്നത്. അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഈ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് തങ്ങളുടെ ആക്രമണമെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, 14 വർഷം നീണ്ട ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം വീണതിന് ശേഷമാണ് പുതിയ സർക്കാർ, ഇപ്പോൾ പുതുതായെത്തിയ സൈനിക സർക്കാർ അധികാരത്തിലിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിന് പുതിയ ഭരണഘടനയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ഏകമത സംവിധാനത്തിലേക്ക് പോകാനായിട്ടുള്ള നീക്കം നടക്കുമ്പോഴാണ് ദുറൂസ് വിഭാഗം അതിനെതിരെ വലിയ പ്രക്ഷോഭമായിട്ട് രംഗത്തെത്തുന്നത്. അങ്ങനെയാണ് ഇവരുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകുന്നത്. നമുക്ക് ഈ ദുറൂസ് വിഭാഗം എന്താണെന്ന് നോക്കാം. ലെബനൻ, ഇസ്രായേൽ, ജോർദാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ കാണപ്പെടുന്ന ഒരു മതവിഭാഗമാണ്. ഷിയ ഇസ്ലാമിലെ ഇസ്മായിലി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അവർ വിശ്വസിക്കുന്നു. ഒരു പ്രവാചകനെ പോലെ ഒരു പുണ്യാത്മാവായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസധാരയാണ് ഇത് എന്ന് പറയുന്നത്. ഹംസ ബിൻ അലി എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇതിനകത്തുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ നഷ്കഡിൻ അൽ ദരസി എന്ന് പറയുന്ന മറ്റൊരു പ്രവാചകനുമുണ്ട്. അങ്ങനെ ഇങ്ങനെ 2 ധാരകളായിട്ടാണ് ഇത് വിഭജിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മതപ്രചാരകരാണ്. വിശ്വാസങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ഇതിനു മുമ്പ് സ്ഥാപക സംഘം ചർച്ചകൾക്കായി രഹസ്യയോഗങ്ങൾ വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ ഇവരെ പല രാജ്യങ്ങളും നിരോധിക്കുകയും ഇവരെ ആക്രമിക്കുകയും ഏതാണ്ട് 11ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു പ്രത്യേക വിഭാഗമാണ് ഇവരുടെ. ഡ്രൂസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പഞ്ചവർണ്ണ നക്ഷത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത്. പച്ച, ചുവപ്പ്, മഞ്ഞ, വെള്ള, നീല തുടങ്ങിയ കാലുകളുള്ള 5 കാലുകളുള്ള ഒരു പഞ്ചനക്ഷത്രം, പഞ്ചനിറ നക്ഷത്രമാണ്. പഞ്ചനക്ഷത്രം അല്ലെ, ഒരു നക്ഷത്രം തന്നെയാണ്. അതിൻ്റെ 5 കാലുകൾക്ക് 5 നിറമാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് വലിയ പോപ്പുലേഷൻ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 7 ലക്ഷത്തോളം പേർ സിറിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ന്യൂനപക്ഷമാണ് എന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം. ലെബനനിൽ ഏതാണ്ട് 2.5 ലക്ഷം പേരുണ്ട്. ഇസ്രായേലിൽ ഒരു 1.5 ലക്ഷത്തിനോട് അടുപ്പിച്ചുള്ള ആൾക്കാരുണ്ട്. മിഡിൽ ഈസ്റ്റിന് പുറത്ത് അമേരിക്കയിൽ ഏതാണ്ട് 20,000-ഓളം പേരും, കാനഡയിൽ 10,000-ഉം, വെനിസ്വേലയിൽ 5,000-ഉം, ഈ ഓസ്ട്രേലിയയിൽ 3,000, കൊളംബിയ, UK എന്നിവിടങ്ങളിൽ 1,000-ഉം 3,000-ഉം ഒക്കെ വീതം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഖുറാനൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥം. റാസൽ അൽ ഹിക്മ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥവും കൂടി ഇവർ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ വിവിധ ഭാഷകളിലും ഇവർ ഈ പറയുന്ന മതത്തിൻ്റെ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അറബിക്കുണ്ട്, ഹീബ്രു ഉണ്ട്, പിന്നെ പാശ്ചാത്യ ദേശത്തിൻ്റെ ഭാഷകളും ഒക്കെ ഉണ്ട്. 1916 അൽ ദരസിയാണ് ഈ തൻ്റെ വിശ്വാസങ്ങൾ പരസ്യമായി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. ഇതോടുകൂടിയാണ് സംഘർഷാവസ്ഥയൊക്കെ വന്നത്. പല രാജ്യങ്ങളിലും ഇവരെ നിരോധിച്ചു, അപായപ്പെടുത്താനും കൊലപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരൊരു പുരാതനമായിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിൽ പട്ടികവർഗ വിഭാഗങ്ങളിൽ പല വിഭാഗങ്ങൾ വരുമല്ലോ, ഒരു വിഭാഗം മാത്രമല്ല ഉണ്ടാകുന്നത്. അതുപോലുള്ള ഒരു ട്രൈബ് വിഭാഗമായിട്ട് ഇവരെ വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രൈബാണ് ഈ ജനവിഭാഗം എന്നുള്ളത്. ഇവിടെയാണ് ഈ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന, ഈ വർഷങ്ങളായിട്ട് ഏതാണ്ട് 10,000 വർഷത്തോടടുപ്പിച്ച്
നടക്കുന്ന ഒരു പോരാട്ടമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. നമുക്കറിയാം, ഏതാണ്ട് സിറിയ എന്ന് പറയുന്ന രാജ്യം പുതുതായി നിർമ്മിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാഷർ അൽ അസദിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ പൊളിറ്റിക്കൽ ഒരു അസ്ഥിരതയുണ്ട്, രാഷ്ട്രീയ അസന്തുലിതാവസ്ഥയും അസ്ഥിരതയൊക്കെ. ഇത് ഈ പറയുന്ന മധ്യ പശ്ചിമ ഏഷ്യയുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് നമുക്കറിയാം. ചില രാജ്യങ്ങൾ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങളിലാണ്, UAE ഒക്കെ അടക്കമുള്ള ചുരുക്കം രാജ്യങ്ങളിലാണ് പ്രശ്നങ്ങളില്ലാത്തത്. യമനിലടക്കം പ്രശ്നമുള്ളത് നമുക്കറിയാം. സിറിയയിൽ നേരത്തെ തന്നെ ഈ പറയുന്ന മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഭാഗമായി പ്രക്ഷോഭം തുടങ്ങിയതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളുടെയും ഈ വിപ്ലവങ്ങളുടെയൊക്കെ ഫലമായിട്ട് പലപ്പോഴും ഭരണമാറ്റങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനൊക്കെ പിന്നിൽ നമുക്ക് ഒരു കാര്യവും കൂടെ വ്യക്തമായിട്ട് പരിശോധിക്കാം. എന്താണ് സിറിയയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്നുള്ളത്? സിറിയയെ ഇപ്പോൾ ഭരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സൈനിക വിഭാഗങ്ങളെല്ലാം തന്നെ ജൂതവിരുദ്ധരാണ്. അവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗോലൻ ഹൈറ്റ്സ് ഒക്കെ ഇസ്രയേൽ പിടിച്ചെടുക്കുമ്പോഴത്തേക്കൊക്കെ ഇവർക്ക് വലിയ വിയോജിപ്പ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രയേലിനെതിരെ ആക്രമണത്തിനൊക്കെ അവർ മുതിരുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇസ്രയേൽ ഒരു വലിയ ശക്തി ആയതുകൊണ്ട് ഇവരൊരു കരുത്തുറ്റ സൈന്യമല്ല എന്നതുകൊണ്ടുമാണ് നിലവിൽ ഇസ്രയേലിനെ ആക്രമിക്കാതെ ഇവർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ ലെബനനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട്, അവിടെ ഈ ഹിസ്ബുള്ള നടത്തുന്ന പ്രവർത്തനം എന്താണെന്നൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ലെബനനുമായിട്ട് ഇസ്രയേൽ തുടരുന്ന യുദ്ധത്തിൻ്റെ കാരണം വ്യക്തമാണ്. എന്നാൽ കുറച്ചുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ജോർദാനുമായിട്ട് മുമ്പ് വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോർദാൻ ഏതാണ്ട് മയപ്പെട്ട് ഇസ്രയേലിനൊപ്പം നിൽക്കുന്ന അവസ്ഥയാണ്. എന്നാൽ രണ്ട് രാജ്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഒന്ന് ലെബനൻ, മറ്റൊന്ന് ഇറാൻ. ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രയേലിനെതിരാണ്. മൂന്നാമതൊരു രാജ്യം ഈ പറയുന്ന സിറിയയാണ്. സിറിയയിലെ ഈ വിഭാഗങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ ഇറാൻ എപ്രകാരം ആക്രമണോത്സുകമായിട്ട് നിൽക്കുന്നുവോ, ഇല്ലെങ്കിൽ ഇസ്രയേലിന് അപകടകരമാണോ, അത്രയും അപകടകരമായി തന്നെ ഭാവിയിൽ വന്നേക്കാം എന്നുള്ള ഒരു സാധ്യത കൂടി ഇസ്രയേൽ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇറാനെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയെല്ലാം നിയന്ത്രിക്കുന്നത് പോലെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് സിറിയയിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് സിറിയയ്ക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുന്നതും അവരുടെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കുന്നതുമല്ല. ഇതല്ലാതെ ഒരു കൈവിട്ട നിലയ്ക്ക് സിറിയ അവരുടെ സ്വന്തം നിലയ്ക്ക് പോകട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ പൊടി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഒരു സെൽഫ് ഡിഫെൻസ്, അതായത് ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക്, ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് സിറിയയെ ആക്രമിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രതിരോധ നടപടി തീർക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന സംരക്ഷിക്കേണ്ട ഒരു വിഭാഗം മുസ്ലിങ്ങൾ ന്യൂനപക്ഷം ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കൊപ്പം കൂടി നിലനിൽക്കുക, അവരെ ഒപ്പം കൂടി നിർത്തുക എന്നുള്ളത് കൂടി ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.